ഇതുപോലത്തെ നാടൻ കറികളുണ്ടെങ്കിലേ അന്നത്തെ ദിവസം നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ചേമ്പിൻ താള് കൊണ്ടൊരു നല്ല കിഡിലൻ 2 റെസിപ്പീസാണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. നേരെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഞാനിവിടെ കുറച്ച് ചേമ്പിൻ താള്, അതായത് ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് പുറം ഭാഗത്തെ ആ ഒരു തോലൊക്കെ ഇല്ലേ, അതിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വലിച്ചു ഊരുമ്പോൾ തന്നെ ഇളകി വന്നോളും. ഇതിപ്പോൾ ഞാൻ മെഴുക്ക് വരട്ടിയും അതുപോലെ തന്നെ ഒരു പുളിങ്കറിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ മെഴുക്ക് വരട്ടിയാണ് കാണിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഉപ്പുവെള്ളം ഒഴിക്കരുതേ, പെട്ടെന്ന് അങ്ങ് പിടിച്ചു പോകും. അതുകൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അമർത്തി പിഴിഞ്ഞങ്ങ് മാറ്റി വെക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മെഴുക്ക് വരട്ടിക്കും അതുപോലെ തന്നെ പുളിങ്കറിക്കും. എനിക്ക് കൂടുതലിഷ്ടം ഇഷ്ടം പുളിങ്കറിയാണേ. അങ്ങനെ അത് കുറച്ച് ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മതി, സവാള എടുക്കരുത്. കഴിവതും ചുവന്നുള്ളി തന്നെ എടുക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ചീനിച്ചട്ടിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ചേമ്പിൻ്റെ താളും ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ള അവരവരുടെ എരിവിൻ്റെ പാകത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കണം. കാന്താരി ഉണ്ടെങ്കിൽ അത് ചതച്ചിടാം. അതും അല്ലെങ്കിൽ ഉണ്ടമുളക് ഉണ്ടെങ്കിൽ അത് കീറിയിട്ടാലും മതിയേ. ഏറ്റവും ടേസ്റ്റ് ഉണ്ടമുളകാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഏകദേശം എന്തായാലും ഉപ്പ് അതിനകത്ത് തന്നെ കാണും, നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതല്ലേ. എന്നാലും ഇടയ്ക്ക് ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി തോർത്തെടുത്താൽ മതി. ചോറ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചേമ്പിൻ്റെ താള് കൊണ്ടുള്ള മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത്. പിന്നെ തനി നാടനായിട്ടുള്ള ഐറ്റംസ് അല്ലേ ഇതൊക്കെ. ഇപ്പോൾ കിട്ടാൻ തന്നെ പാടാം, കാശ് എടുത്ത് മേടിച്ചാലേ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് പുളിങ്കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് കേട്ടോ ഈ ചൂട് ചോറിലൊഴിച്ച് നമ്മൾ കഴിക്കുമ്പം നല്ല ടേസ്റ്റ്. വാഴപ്പിണ്ടി കൊണ്ടും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പുളിവെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. ഉപ്പ് കുറച്ചിട്ടാൽ മതി, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. വളരെ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. അത് ഞാൻ അപ്പുറത്തെ ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ മൂപ്പിക്കാനുണ്ട്. വേറൊന്നുമല്ല, 1 ടേബിൾ സ്പൂൺ നമ്മുടെ തോരപ്പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ്, അതിട്ട് കൊടുക്കാൻ. അത് ഡ്രൈ റോസ്റ്റാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. നല്ല ചുമക്ക ഒന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഒരു പകുതി ഭാഗമൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുത്തിട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാമേ. പിരിയൻ മുളക് തന്നെ വേണമെന്നില്ല, എരിവുള്ള മുളക് എടുത്താൽ മതി. എരിവ് പിന്നെ അവരവരുടെ പാകത്തിന് എടുത്തോണം. ഞാനിതിപ്പം ഏകദേശം ഒരു 5 മുളകോളം എടുത്തിട്ടുണ്ട്. മുളക് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ കട്ടക്കായം വേറെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിന് ഉലുവാപ്പൊടിയോ കുരുമുളകോ അങ്ങനത്തെ ഒന്നും വേണ്ട. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെച്ചിട്ട് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് അരച്ചൊക്കെ എടുക്കാമേ. അപ്പോഴത്തേക്കും ഈ ചേമ്പിൻ്റെ താളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വടുകനെ ഒന്ന് അരച്ചെടുത്തിട്ട് ഈ വെന്ത് വന്നിട്ടുള്ള ചേമ്പിൻ താളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതുണ്ടല്ലോ, ചൂട് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് കുടിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്നും വേണ്ട കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.